കേരള സർവകലാശാലയിൽ ചോദ്യപേപ്പർ ആവർത്തിച്ചതിൽ നടപടി. 5ാം സെമസ്റ്റർ BSc ബോട്ടണി പരീക്ഷ റദ്ദാക്കി. ജനുവരി 13-ന് പരീക്ഷ വീണ്ടും നടത്തും. വീഴ്ച വരുത്തിയ അധ്യാപികയെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ചുമതലയിൽ നിന്ന് മാറ്റി. കഴിഞ്ഞ ദിവസം നടന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ പരീക്ഷയ്ക്കാണ് 2024 ഡിസംബറിലെ ചോദ്യപേപ്പർ ഉപയോഗിച്ചത്. സഫ്വാൻ VP ചേരുന്നു വിശദാംശങ്ങളുമായി. സഫ്വാൻ, സാധാരണഗതിയിൽ ഒരു കഴിഞ്ഞ പരീക്ഷയുടെ 1-2 ചോദ്യങ്ങൾ ആവർത്തിക്കുക എന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് 2024 35 ചോദ്യങ്ങളും അതേപടി റിപ്പീറ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് തികച്ചും ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. എന്താണ് ഈ വീഴ്ചയ്ക്ക് കാരണം? എന്താണ് സംഭവം? ആരതി സൂചിപ്പിച്ച പോലെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരള സർവകലാശാലയിൽ സെമസ്റ്റർ എക്സാമുകൾ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5ാം സെമസ്റ്റർ BSc ബോട്ടണി എൻവയോൺമെന്റൽ സ്റ്റഡീസ് പരീക്ഷക്കാണ് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ ആവർത്തിച്ചത്. അതായത് 35 ചോദ്യങ്ങളും കഴിഞ്ഞ വർഷത്തേത് തന്നെ ആവർത്തിച്ചു. അതായത് ആകെ പരീക്ഷ പേപ്പറിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് 2024 ഡിസംബർ എന്നുള്ളത് 2025 ഡിസംബർ എന്ന മാത്രമായി ബാക്കിയിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കേരള സർവകലാശാല എന്തായാലും ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ റദ്ദാക്കി ജനുവരി 13-ന് വീണ്ടും പരീക്ഷ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷാ കൺട്രോളർ ഇതിന് വിലയിരുത്തിയിരുന്നത് സംഭവിച്ചത് ഒരു ഗുരുതരമായ പിഴവാണ്. വീഴ്ച വരുത്തിയ അധ്യാപികയെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടിയിൽ നിന്ന് ചുമതലയിൽ നിന്നും മാറ്റി നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായ പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. ഈ അർത്ഥത്തിൽ ഈ വിഷയം പരിശോധിക്കാൻ തന്നെയാണ് സർവകലാശാല അധികൃതരുടെ തീരുമാനം. ആരതി. ശരി, സഫ്വാൻ VP ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.